ദേ ഇപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഡിഷിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുഞ്ഞിലെ അഥവാ ഷാലറ്റ്സ് മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇത് മാത്രം കൂട്ടി നമുക്ക് നല്ലൊരു പ്ലേറ്റ് ചോറിന്. ബിക്കോസ് ഇതിൽ ഫ്ലേവേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെ ഉണ്ട്. എരിവും പുളിയും ചെറിയൊരു മധുരവും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ടൈം എടുക്കുന്നത് തേങ്ങ വറുത്തരയ്ക്കുന്നതിലും മാത്രമാണ്. ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ടല്ല കേട്ടോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഹൗ ഐ മേഡ് ദിസ് അതിൻ്റെ ഒരു മെത്തേഡ് മാത്രമാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവും പുളിയും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ മാസാവസാനം ഗ്രോസറി എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നൊരു കറിയാണ് കേട്ടോ ഇത്, കുഞ്ഞുള്ളി തീയൽ. അന്ന് കുടുംബത്ത് തെങ്ങും തേങ്ങയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തേങ്ങയ്ക്ക് ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെയുള്ള കുഞ്ഞുള്ളി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഉടായ്പ് കറിയായിട്ടാണ് ഞങ്ങളന്ന് അതിനെ നോക്കിക്കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്കും എൻ്റെ ബ്രദറിനും ഉള്ളി തീരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് കറി ഒഴിക്കുന്ന സമയത്തെ കൈവച്ച് അരിച്ച് ഞെക്കിപ്പിഴിഞ്ഞ് അതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കും. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇത്രയും ടേസ്റ്റുള്ള ഒരു കറിയാണല്ലോ ഞാനന്ന് അത്രയും ക്രൂരമായിട്ട് ട്രീറ്റ് ചെയ്തേ എന്ന് തോന്നും. എനിവേ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക.